ബാല അമൃത വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുന്നതിൻ്റെ ഇടയിലായിരുന്നു അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് താരം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന ഗായികയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നെഞ്ചിൻ്റെ ഒരു ഭാഗത്തായി ബാൻഡേജ് ഒട്ടിച്ചു വെച്ചുള്ള ചിത്രം ആരാധകർക്കും വേദനയായി മാറുന്നതായിരുന്നു. എന്നാൽ അമൃതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഹൃദയത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയമാകുമോ എന്നായി ചോദ്യങ്ങൾ. മാത്രമല്ല, അന്ന് അമൃതയെ പ്രവേശിപ്പിച്ചത് കാർഡിയാക് ICUവിലാണെന്നതും ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ നെഞ്ചിലെ സ്റ്റിച്ചുകളുടെ വേദനയ്ക്കിടയിലും ദേവിക്ക് മുന്നിൽ നെഞ്ചുപൊട്ടി പാടുന്ന അമൃതയുടെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള സർവേശ്വരി ജഗദീശ്വരി ഹേ മാതൃരൂപ മഹേശ്വരി എന്ന മാതാഭജൻ ഗാനമാണ് അമൃത പാടിയിരിക്കുന്നത്. ഏറെ പ്രശസ്തമായ ഈ കൃതി തൻ്റെ മനസ്സിലെ വേദനകളെല്ലാം മറന്നാണ് അമൃത ആലപിച്ചിരിക്കുന്നത്. പാട്ടിനൊപ്പം ചേർത്തിരിക്കുന്ന കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ നവരാത്രിയിൽ ദേവി അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ, എല്ലാ അന്ധകാരവും തിന്മയും തുടച്ചു നീക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എൻ്റെ ശബ്ദം ദുർബലമാണെങ്കിലും ഞാൻ പതുക്കെ സുഖം പ്രാപിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ ശക്തയാക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മനോഹരവും സമാധാനപരവുമായ നവരാത്രി ആശംസിക്കുന്നു എന്നാണ് അമൃതയുടെ വാക്കുകൾ. ആശുപത്രിയിലായിരുന്ന സമയത്ത് തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയും തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും അമൃത നന്ദി അറിയിച്ചാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. മൈ ഗേൾ ഈസ് ബാക്ക് ഹോം എന്നെഴുതിയ സുഹൃത്തിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ആദ്യ ദിവസം അമൃത എത്തിയത്. പിന്നാലെയാണ് ഈ വീഡിയോ എത്തിയതും. അതേസമയം ബാലയ്ക്കൊപ്പമുള്ള ജീവിതത്തിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരമർദ്ദനത്തിൽ നിരവധി പരിക്കുകളാണ് ശരീരത്തിന് അകത്തും പുറത്തും അമൃതയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. താൻ ഇപ്പോഴും നെഞ്ചുവേദന അടക്കമുള്ള പല രോഗങ്ങൾക്ക് ചികിത്സയിലാണെന്ന് അമൃത വേദനയോടെ തുറന്നു പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.